താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്നറിയപ്പെട്ടിരുന്ന ശിവക്ഷേത്രമായിരുന്നോ എന്ന് കണ്ടെത്താൻ സ്മാരകത്തിനുള്ളിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദീകരണം തേടി അലഹബാദ് ഹൈക്കോടതി. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എന്റെ പൊന്നു ദൈവമേ, താജ്മഹൽ അതേപോലെ കാണണമെന്നുള്ളവർ ഇപ്പം തന്നെ വിട്ടോളൂ. നാളെ അതേപോലെ അത് കാണണമെന്ന്, അതേപോലെ അതിന്റെ പേര് അതാകണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കണ്ടു നോക്കിക്കേ. താജ്മഹലിന്റെ അടിത്തട്ടിലുള്ളതും ഇതുവരെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാത്തതുമായ 22 മുറികൾ തുറന്നു പരിശോധിക്കണമെന്നാണ് ഹർജിയിൽ ശക്തമായി ആവശ്യപ്പെടുന്നത്. ഈ മുറികൾക്കുള്ളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുടേതിന് സമാനമായി ശില്പങ്ങളും ലിപികളും ചുവർച്ചിത്രങ്ങളും ഉണ്ടെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ഈ സ്മാരകം പണിയുന്നതിനു മുമ്പ് ഇവിടെ ഒരു ശിവക്ഷേത്രമായിരുന്നുവെന്ന് ചരിത്രകാരൻ PN ഓക്കിന്റെ തേജോ മഹാലയ സിദ്ധാന്തം മുൻനിർത്തിയാണ് ഹർജിയിലെ വാദങ്ങൾ. അണ്ണന്മാരും മനുഷ്യന്മാരെ തമ്മിൽ അടിപ്പിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കിതാണ്ട് ഈ സീൻ ഓർമ്മ. ഈ സ്മാരകം നാമാവശേഷമാക്കാൻ എന്താണ് ഇതിന്റെ പിന്നിലെ താല്പര്യം? അടുത്ത തിരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പാക്കിയാലേ JKയുടെ കക്ഷി ഇനി അധികാരത്തിൽ തിരിച്ചു വരൂ. അത് നാം ദർശനത്തിൽ കണ്ടിരിക്കുന്നു. ഭക്തിയിൽ തെളിഞ്ഞു വന്നത് ഈ സ്മാരകമായിരുന്നു. പള്ളി അമ്പലമൊക്കെ തീർന്നപ്പോ ഇനി സ്മാരകങ്ങളാണല്ലേ? അത് പള്ളി അമ്പലമൊന്നും അല്ലല്ലോ സിദ്ധു, ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ സ്മാരകമല്ലേ? ആ സ്മാരകം ഒന്ന് തകർത്ത് കിട്ടിയിരുന്നെങ്കിൽ മതങ്ങൾ തമ്മിൽ അടിക്കും. അവിടെ 2 മതങ്ങളുടെ രക്ഷകനായി JK അവതരിക്കും. ഫലം അനായാസകരമായ തെരഞ്ഞെടുപ്പ് വിജയം.